ഹലോ ഡേസ്, ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈവൻ്റാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ. ഈ ലോക്സഭാ ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്നലെ വന്നത്. റൂളിംഗ് പാർട്ടിയായിട്ടുള്ള BJP വൻ ഭൂരിപക്ഷത്തോടെ 400-ലധികം സീറ്റോടെ വീണ്ടും ഹാട്രിക് വിജയമാണ് നേടിയത്. മാർക്കറ്റിന് വേണ്ടിയിരുന്നതാണ് നടന്നത്. മാർക്കറ്റിന് വേണ്ടിയിരുന്നത് ഒരു സുസ്ഥിരമായിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. അത് റൂളിംഗ് പാർട്ടി തന്നെ വന്നത് മാർക്കറ്റിന് വളരെയധികം ഗുണകരമാണ്. കാരണം നിലവിലുള്ള ഗവൺമെൻറ് തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളും തുടർന്ന് മുന്നോട്ട് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് തന്നെ സംഭവിച്ചു. എല്ലാ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള ആവേശത്തിലാണ്. ഈ ഒരു ആവേശത്തിന് കൂടുതൽ മധുരം നൽകുന്ന കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചു. അതിൽ ഒരു കാര്യമാണ് നമ്മളുടെ GDP ഡേറ്റ വന്നത്. 8.3 എന്ന് പറയുന്ന GDP നമ്മുടെ ഗ്രോത്ത് വന്നപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ്. കൂടാതെ തന്നെ നമുക്ക് വന്ന GST കളക്ഷൻ 1.7% ഒരു ഗ്രോത്ത് GST കളക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘടകങ്ങൾ, ഈ രണ്ട് എക്കണോമിക് ഡേറ്റ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന ഒരു ഡേറ്റയാണ്. അപ്പോൾ ഇതും നാളെ നടക്കുന്ന ഇന്ത്യയുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ റാലിക്ക് കുതിപ്പിന് വീണ്ടും ഒരു എക്സ്ട്രാ ഒരു ഫ്യൂല് പകരും. അപ്പോൾ ഈ ഒരു ഘടകങ്ങളെല്ലാം തന്നെ ഉണർവേകുന്നത് ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറുകളിൽ ഉണ്ടാവും. എസ്പെഷ്യലി ഡിഫൻസ് സെക്ടറിലും ഈ ഒരു റാലി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു പ്രധാന ഒരു നയമായിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള സൈനിക ഉപകരണങ്ങളെല്ലാം തന്നെ നമുക്ക് തന്നെ ഇവിടെ തന്നെ നിർമ്മിക്കുക എന്നുള്ള ഒരു പദ്ധതി. അപ്പോൾ അതിൽ നമുക്ക് വളരെയധികം മുന്നേറിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി മുന്നോട്ട് ഇന്ത്യ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസ് ഉപകരണങ്ങൾ നിർമ്മിച്ച് എടുക്കുക എന്ന് പറയുന്ന ആ ഒരു ചിന്ത, ആ ഒരു തീരുമാനം മാത്രമല്ല, ഇന്ത്യനെ ഒരു ഡിഫൻസ് സെക്ടറിലുള്ള ഒരു എക്സ്പോർട്ട് ഹബ്ബായിട്ട് കൂടിയും മാറ്റും. നമുക്ക് ഓൾറെഡി തന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന അമേരിക്കൻ നേവിയുടെ കപ്പലിൻ്റെ ഒരു വർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഡിഫൻസ് ഉപകരണങ്ങൾ ഇനി വിദേശത്തിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ടൊക്കെ പറ്റുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. അങ്ങനെ നിഫ്റ്റിയിലേക്ക് നമുക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ FIs ഒരു സെല്ലേഴ്സിലായിരുന്നു. എന്തിനും രണ്ട് വശങ്ങളുണ്ടാവും. ഈ ഇന്ത്യയിലെ എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും ബുള്ളിഷ് ആണോ എന്ന് ചോദിച്ചാൽ എന്തിനും രണ്ട് വശം ഉണ്ടാകുമെന്ന് പറയും പോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ FIസിൻ്റെ ഒരു അവസ്ഥ. FIs കഴിഞ്ഞ മെയ് മാസം മാത്രം ഏകദേശം ഒരു 35,000 കോടി രൂപക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. ഈവൻ FIസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ ഷോർട്ട് പൊസിഷനാണ് കീപ്പ് ചെയ്തത്. അപ്പോൾ ഇതിന് സാധൂകരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ ആളുകൾ പറയുന്നത്, ഓൾറെഡി തന്നെ നിഫ്റ്റി 19,500-ൽ നിന്ന് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ വിജയം ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റി മുകളിലേക്ക് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾറെഡി ഓവർ വാല്യൂഡ് ആണ്. അതുകൊണ്ടാണ് FIs സെല്ല് ചെയ്യുന്നത് എന്നുള്ള ഒരു വാദവും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കണം. കാരണം നമ്മൾ ന്യൂസിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. ഇങ്ങനെയുള്ളൊരു സെൻറ്റിമെൻറ്റ്സും ആളുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ എത്രയോ ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവാം, എത്രയോ ആളുകൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത്തരം ആളുകൾ പറയുന്ന ഒരു കാര്യം ഇത് ഓൾറെഡി മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. പക്ഷേ ഈ ഒരു ഘടകങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലവും ഈ പറയുന്ന എക്കണോമിക് ഡേറ്റ പ്രകാരവും മാർക്കറ്റ് മുകളിലേക്ക് പോകും അല്ലെങ്കിൽ ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത്. മൈന്യൂട്ടായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഇത് ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. എനിവേ, നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ കുറേ സ്റ്റോക്കുകൾ ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ദിവസം നമ്മുടെ കൊച്ചി ഓഫീസിൽ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നടന്നിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച ദിവസം നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്വിങ്ങിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സും നടന്നിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചകളിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും സ്വിങ്ങിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സും, ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനിലും ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ആഴ്ചയിലെ പ്രധാന ഈവൻറ്റ് നോക്കുകയാണെങ്കിൽ US-ൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI ഡേറ്റ തിങ്കളാഴ്ച ദിവസം വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMI, UK-യുടെ മാനുഫാക്ചറിംഗ് PMI. അടുത്ത ദിവസം US-ൽ നിന്ന് ജോബ്ലെസ് ഓപ്പണിംഗ് ഡേറ്റ, ജർമ്മനിയുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റ വരുന്നുണ്ട്.
സർവീസ് PMA ജൂൺ 5-ാം തീയതി, UK സർവീസ് PMA ജൂൺ 6-ാം തീയതി, US നിന്ന് ജോബ്ലെസ് കൗണ്ടിംഗ് ഡേറ്റ, ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, UK കൺസ്ട്രക്ഷൻ PMA, US നിന്ന് വെള്ളിയാഴ്ച ദിവസം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്, ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് ഡേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതിനോടൊപ്പം തന്നെ ഇത് വരുന്ന സമയവും ആ ഒരു ഈവൻറ്റിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഇന്ത്യൻ സമയത്താണ് ഈ ഇവൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പൊസിഷൻസ് എല്ലാം തന്നെ എടുക്കുന്ന സമയത്ത് ഈ ഏതെങ്കിലും ഇവൻറ്റ് ഉണ്ടോ എന്നും ഈ ഇവൻറ്റിൻ്റെ സമയം എന്നാണെന്നും നമ്മുടെ വെബ്സൈറ്റിലായിട്ടുള്ള ട്രേഡബിലിറ്റി ടാബിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളുടെ റെക്കോർഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജൂൺ 3-ന്, അതായത് നാളെ, ആനന്ദ് രഥി വെൽത്ത് 9 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. DB കോർപ്പ് 8 രൂപ, റാലീസ് 2.5 രൂപ. ജൂൺ 3-ന് സുന്ദരം ഫാസ്റ്റ് ചെയിൻസ് 4 രൂപ. ITCയുടെ ഡിവിഡൻഡ് ജൂൺ 4-ന് റെക്കോർഡ് ഡേറ്റ് 7 രൂപ 50 പൈസ. മണപ്പുറം 1 രൂപ, റിലയൻസ് 3 രൂപ 50 പൈസ, ഹിമാദ്രി സ്പെഷ്യാലിറ്റി 50 പൈസ. അങ്ങനെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ കഴിഞ്ഞ ദിവസം ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിച്ചപ്പോൾ US മാർക്കറ്റായിട്ടുള്ള ഡോ 574 പോയിന്റിൻ്റെ ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. നാസ്ഡാക്ക് ഫ്ലാറ്റായ രീതിയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലും ഇൻഫോസിസും വിപ്രോയും ശക്തമായ റാലി രേഖപ്പെടുത്തി. ICC ബാങ്കും റാലി രേഖപ്പെടുത്തി. HDFC ബാങ്ക് 1% റാലിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ആദ്യം ബാറ്റ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ റിസൾട്ട് വന്ന കമ്പനിയാണ്. ബാറ്റ ഇന്ത്യ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം 100ഓളം പുതിയ സ്റ്റോറുകൾ കമ്പനി തുടങ്ങും. ബാറ്റ എന്ന് പറയുന്ന ഒരു ഫുഡ്വെയർ കമ്പനിയാണ്. MOL കമ്പനി ഇവരുടെ എല്ലാം തന്നെ മാഗ്നീസിൻ്റെ എല്ലാം തന്നെ പ്രൊഡക്റ്റിൻ്റെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുന്നു എന്നുള്ളൊരു ന്യൂസ്. വിപ്രോ സമീപ സമയത്ത് BSEയിൽ നിന്ന് സെൻസെക്സിൽ നിന്ന് പുറത്തായിട്ടുള്ള സ്റ്റോക്കായിരുന്നു വിപ്രോ. അന്നത്തെ ദിവസം ശക്തമായിട്ടുള്ള ഇടിവും രേഖപ്പെടുത്തിയിരുന്നു. വിപ്രോ സിസ്കോ ആയിട്ടുള്ളൊരു പുതിയ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. മാക്രോടെക് ഡെവലപ്പേഴ്സ് കമ്പനി അവരുടെ മാക്രോടെക് ഡെവലപ്പേഴ്സ് കമ്പനീനെ പ്രമുഖ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ICC അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ്. ലോകേഷ് മെഷീൻ കമ്പനി 5 കോടി രൂപയുടെ ഒരു ഓർഡർ ഇവർക്ക് കിട്ടി. NTPC കമ്പനി രാജസ്ഥാനിലെ ഒരു പുതിയ ഒരു പവർ പ്രൊജക്റ്റ് ഇവർ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി ഇവർ പുതിയ ഒരു ക്രെയിൻ ഇവർ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അദാനി ഗ്രൂപ്പിൽ നിന്ന് ഷിപ്പ് നിർമ്മിക്കുന്ന ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു. എൻഡുറൻസ് ടെക് കമ്പനി ഇവരുടെ INGNA എന്ന് പറയുന്ന ഒരു ഓട്ടോമൊബൈൽ കമ്പനീനെ ഇവർ പൂർണ്ണമായിട്ടും അക്യൂർ ചെയ്തിട്ടുണ്ട്. അശോക് ബിൽഡ്കോൺ കമ്പനി 2151 കോടി രൂപയുടെ ഓർഡർ കിട്ടി. പൂർവങ്കര എന്ന് പറയുന്ന റിയാലിറ്റി കമ്പനിയാണ്. 12 ഏക്കർ ലാൻഡ് ഇവർ അക്യൂർ ചെയ്തു. അഹുൽവാലിയ കോൺട്രാക്ട് കമ്പനി 2245 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഹൈടെക് ഗിയേഴ്സ് കമ്പനി ഹീറോ മോട്ടോ കോർപ്പറേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു ഓർഡർ കിട്ടി. M&M ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. M&M ഇവരുടെ ഓട്ടോ സെയിൽസിൽ 16% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. TVS കമ്പനി 12% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഇവരുടെ വാഹനത്തിൻ്റെ വിൽപ്പനയിൽ കണ്ടു. മാരുതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ സെയിൽസിൽ സ്ലൈറ്റ്ലി ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത്, 2% കുറവ്. ടാറ്റ മോട്ടോഴ്സ് കമ്പനി ഇവരുടെ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ മേഖലയിൽ ഇവരുടെ വെഹിക്കിളിൻ്റെ സെയിൽസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് കാറുകളെല്ലാം തന്നെ 2% അപ്പായിട്ടുണ്ട്. ഗ്ലോബലിലും ഇവരുടെ കാറുകളെല്ലാം തന്നെ നല്ല രീതിയിൽ സെയിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സ് കമ്പനി എൻഫീൽഡിൻ്റെ സെയിൽസ് 8% ഡിക്രീസാണ് ഉണ്ടായിട്ടുള്ളത്. എൻഫീൽഡ് നിർമ്മിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങൾ ഹീറോ മോട്ടോ കോർപ്പ് ആയിക്കോട്ടെ മറ്റുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് എൻഫീൽഡ് പോലെയുള്ള ആ ഒരു ടൈപ്പ് വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് കാരണം കൊണ്ടാണ് ഇവരുടെ സെയിൽസിൽ ചെറിയൊരു ഫോള് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നാളത്തെ ദിവസം എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ദിവസമാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു കുതിപ്പ് കുറഞ്ഞ ഒന്നും തന്നെ റീറ്റെയിലേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുതിപ്പ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.